ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഒരു 2-3 ദിവസമായിട്ട് വോയിസ് ഓവർ കാര്യങ്ങളൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇവിടുത്തെ ക്ലൈമറ്റ് കാരണം ബുദ്ധിമുട്ടാണ് റൂമിൽ നിന്ന് ചെയ്യുക എന്ന് പറയുന്നത്. ചില സമയങ്ങളിലൊക്കെ നമ്മൾ വിചാരിച്ച സമയത്തൊന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നൈറ്റാണ് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യാതെ വോയിസ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അത് ഇന്ന് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത് ബാത്റൂമിൽ നിന്നിട്ടാണ്. അപ്പോൾ അറിയാമല്ലോ, ഇവിടുത്തെ ഹോസ്റ്റലായതുകൊണ്ടാണ് ഓരോ സന്ദർഭം സാഹചര്യം അനുസരിച്ചിരിക്കും. ഈ ഫേസ് പാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുൾട്ടി കടലമാവ് പിന്നെ മഞ്ഞൾപ്പൊടി റോസ് വാട്ടറാണ് മിക്സ് ചെയ്തേക്കുന്നത്. ഞാൻ മോസ്റ്റ്ലി കടലമാവാണ് ഉപയോഗിക്കാറ്. അതെനിക്ക് കുറച്ച് എഫക്റ്റായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ബാക്കിയുള്ളതൊന്നും ഇന്നേ വരെ ഫേസിൽ എന്ത് ചെയ്തിട്ടോ എനിക്ക് അങ്ങനെ ഒരു ഗുണം കിട്ടിയതായിട്ട് തോന്നിയിട്ടില്ല. എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ചെയ്തിരുന്നത്. പക്ഷേ കടലമാവ് എനിക്ക് ഭയങ്കര എഫക്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. അതിനുശേഷം കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് മുട്ട പൊരിക്കാമെന്ന് വെച്ചു. മെസ്സിലെ ഫുഡ് കഴിക്കണമെങ്കിൽ വേറെ നിവൃത്തിയൊന്നുമില്ല. അപ്പോൾ മുട്ട പൊരിച്ച് സെറ്റാക്കി. പിന്നെ ഞാൻ ഡയറ്റ് ആരംഭിക്കാനായിട്ട് കുക്കുംബർ അതൊക്കെ വാങ്ങിച്ച് വെച്ചിരുന്നു. ഇവിടുത്തെ ഒരു കാലാവസ്ഥ കാരണം കാലത്ത് നേരത്തെ എഴുന്നേറ്റിട്ട് വീണ്ടും കിടന്നുറങ്ങുകയാണ് ചെയ്യണത്. എനിക്ക് വേറെ നിവർത്തിയില്ല, എഴുന്നേറ്റിട്ട് പറ്റുന്നേ ഇല്ല. സ്വെറ്റർ ഇട്ടിട്ടൊക്കെ വന്നിട്ട് നമുക്ക് എക്സസൈസ് ചെയ്യണമെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ കുക്കുംബർ ആദ്യം ഞാൻ തൊലിയോട് കൂടിയാണ് കേട്ടോ കഴിച്ചിരുന്നത്. അതെനിക്ക് ഭയങ്കരമായിട്ട് മടുപ്പ് തോന്നുമായിരുന്നു. പക്ഷേ ഇപ്പോൾ തൊലി കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ അത് കുറച്ചും കൂടി ഒരു ബെറ്ററായിട്ട് തോന്നുന്നുണ്ട്. കുറച്ചും കൂടി കഴിക്കാനൊക്കെ ഒരു സുഖമായിട്ട് തോന്നുന്നുണ്ട്. ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറേ ദിവസമായി. എന്നും ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യലാണ്. പക്ഷേ ഇതുവരെ ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ സാധിക്കണില്ല. ഇനി ഫെബ്രുവരി 1 തൊട്ട് ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു ഐഡിയ. പറയാൻ പറ്റത്തില്ല എന്തായിരിക്കും അവസ്ഥ എന്നും. അപ്പോൾ കുക്കുംബറൊക്കെ കട്ട് ചെയ്തിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിട്ടോ മെസ്സിൽ. പിന്നെ ഒരുപാട് പേര് കളിയാക്കുന്നൊക്കെ ഉണ്ട് വീഡിയോ ചെയ്യണേന്. എൻ്റെ കോളേജിൽ ആരും അറിയില്ല കാണില്ല എന്നൊക്കെയായിരുന്നു എൻ്റെ ധാരണ. കാരണം എനിക്ക് ഇൻസ്റ്റഗ്രാമോ കാര്യങ്ങളോ ഒന്നുമില്ല ഷെയർ ചെയ്യാനായിട്ട്. വാട്സപ്പിൽ പിന്നെ വളരെ കുറച്ച് ചുരുക്കം കോണ്ടാക്ട്സ് ഇവിടുത്തെ ഉള്ളൂ. ഞാൻ വാട്സപ്പിൽ ഷെയറേ ചെയ്യണില്ല. ഫേസ്ബുക്ക് എന്ന് പറയുന്നത് ഇവിടെയുള്ള ആൾക്കാർ ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികളൊക്കെ ഉപയോഗിക്കുന്ന വളരെ ചുരുക്കമായത് കാരണം ആരും അറിയില്ലെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ കോളേജിൽ പഠിക്കുന്ന എല്ലാവരും അറിയുന്നുണ്ട്. നല്ല രീതിയിൽ അവർ കളിയാക്കുന്നൊക്കെയുണ്ട്. പക്ഷെ ഞാനതൊരു മോട്ടിവേഷൻ ലെവലിലാക്കി എടുക്കുന്നത്. ചെറിയൊരു നാണൊക്കെ വരുന്നുണ്ട്, പക്ഷെ ഞാനതൊന്നും കാര്യമാക്കുന്നില്ല. ഈ കളിയാക്കുന്നതിൻ്റെയും പ്രോത്സാഹനം എന്നുള്ള രീതിയിലാണ് ഞാൻ എടുക്കുന്നത്. എല്ലാവർക്കും ഞാൻ നന്ദി പറയണു. കുക്കുംബറൊക്കെ കട്ട് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര വിശപ്പായിരുന്നു. കുറച്ചെടുത്ത് കഴിച്ച് ഞങ്ങളങ്ങനെ ഫുഡ് കഴിക്കാൻ പോയി. ഓക്കെ, താങ്ക് യു.